ഇന്നൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി കണ്ടാലോ. നല്ല സോഫ്റ്റായ നല്ല ആരെടുത്ത ഉണ്ണിയപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഞാൻ ഇതിൽ പറയുന്ന അളവുകളോട് കൂടി തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഫ്ലോപ്പ് ആവില്ല. നിങ്ങൾ പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയേണ്ടേ വരില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഉണ്ണിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് മുമ്പ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പം ഞാനിവിടെ 2 കപ്പ് പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു 8 മണിക്കൂറോളം കുതിർത്തെടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു 6 മണിക്കൂറെങ്കിലും എന്തായാലും അരി കുതിർത്ത് വെക്കണേ. എന്നിട്ട് നന്നായി കഴുകിയതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് അരിച്ച് കളയുക. അതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അരിയിൽ നമുക്ക് ഒട്ടും വെള്ളം പാടില്ല. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 300 ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു 3/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുക. അപ്പോൾ ഇതാ ശർക്കര ഒന്ന് മെൽട്ടായി വരട്ടെ. അപ്പോൾ ഇത് ശർക്കര നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കല്ലോ മണ്ണോ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അരി അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ വലിയ ജാറിൽ ഞാൻ ഫുള്ളായിട്ട് തന്നെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര അരിച്ചെടുത്തിട്ടുണ്ടായിരുന്ന അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കര ഒഴിച്ചു കൊടുക്കുമ്പോൾ തികച്ച് ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് അവിടെ ബാക്കി വെക്കണം. അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിതാ ഇത്രയും ശർക്കര പാനി അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അരി ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 മൈസൂർ പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മൈസൂർ പഴം തന്നെ എടുക്കാൻ നോക്കണേ. ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ മറ്റുള്ള പഴമൊന്നും ചേർക്കരുത്, ഈ ഒരു മൈസൂർ പഴമാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇതാ മൈസൂർ പഴമെല്ലാം തൊലി കളഞ്ഞിട്ട് ഞാനിതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏലക്ക നിങ്ങൾ പൊടിയല്ല മുഴുവൻ ഏലക്ക ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അരി അരക്കുമ്പം തന്നെ ഫസ്റ്റിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരിക. അപ്പോൾ നമ്മളിതൊന്ന് ഇതുപോലെ ഒന്ന് കയ്യിലെടുത്തിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ചെറുതായിട്ട് തരിതരിപ്പ് ഉണ്ടാവണം. നല്ല തരിതരിപ്പായി പോവരുത്, ചെറുതായിട്ട് തരിതരിപ്പ് ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ അപ്പോൾ ഹാർഡായി പോവും. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കി വന്ന ആ ഒരു ശർക്കര പാനി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം മിക്സിയിൽ മൈദയും കൂടി ഇട്ടിട്ട് അടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അടിച്ചെടുത്താലും മതി. ഞാനിപ്പം മിക്സി ജാറിൽ നിറഞ്ഞത് കൊണ്ടാണ് ഇതുപോലെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് ഇപ്പം മാവുള്ളത്, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. ഇനി നമുക്കിതൊരു 8 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്തായാലും നിങ്ങൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ 8 മണിക്കൂറിന് ശേഷം ഞാൻ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് മാവ് കുറച്ചുകൂടി ഒന്ന് ടൈറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ലൂസാക്കണം. അപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ എത്രത്തോളം ടൈറ്റായിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഞാനിപ്പോൾ 2 സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇതുപോലെ ആക്കിയെടുത്തത്. അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇഡലിക്കൊക്കെ ആക്കുന്ന ആ ഒരു പാകത്തിന് വേണേ മാവ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് തേങ്ങാക്കൊത്തൊന്ന് നെയ്യിൽ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്ത് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ തേങ്ങാക്കൊത്ത് അതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ തേങ്ങാക്കൊത്തിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 സ്പൂണ് കറുത്ത എള്ള് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഉടൻ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിന് ശേഷം ഈ ഒരു കൂട്ടിലേക്ക് തേങ്ങാക്കൊത്തും എള്ളും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്
അതിലേക്ക് 2 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയും നെയ്യ് കൂടി മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് മാത്രം ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചിട്ടോ ഉണ്ടാക്കാം. നെയ്യ് മാത്രം ഒഴിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. മിക്സ് ചെയ്ത് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കണം. നമ്മൾ ആദ്യം ഒഴിച്ചത് ആദ്യം തന്നെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ, ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ മറ്റേ ഭാഗത്തും നല്ലൊരു കളറായി വരുമ്പോൾ നമുക്ക് ഉണ്ണിയപ്പം ഈ ഒരു കാരയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഇരുമ്പിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ ഉണ്ട്. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഓരോരോ അപ്പമായിട്ട് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ചുട്ടെടുക്കുക. ഈ ഒരു കളറാകുമ്പം തന്നെ നമ്മൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം, അല്ലെങ്കിൽ ഹാർഡായി പോകും. എണ്ണയിൽ തന്നെ കിടന്നിട്ട് ഇത് ഹാർഡായി പോകും. അപ്പോൾ ഇതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായ ഉണ്ണിയപ്പമാണ്. അതുപോലെ തന്നെ നല്ല ഉള്ളിൽ നല്ല ആരെടുത്തിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഈ ഒരു ഉണ്ണിയപ്പം നമുക്കൊരു 3-4 ദിവസമൊക്കെ കേടുകൂടാതെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്ക്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.